നമസ്കാരം. രാജയോഗം എല്ലായ്പ്പോഴും ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിൽ വ്യത്യസ്തമായിരിക്കും എന്നതാണ് വാസ്തവം. പലപ്പോഴും രാജയോഗത്തിന്റെ ഫലങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ, രാശികൾ എന്നിവയ്ക്കുണ്ടാകുന്ന മാറ്റം മനുഷ്യ ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ഗ്രഹത്തിന്റെ ചലനം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാത്തിനെയും സ്വാധീനിക്കുന്നതുമാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു ഗ്രഹമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ശുക്രനും ചൊവ്വയും ചേർന്ന് രൂപപ്പെടുന്ന ധനശക്തി രാജയോഗം നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. ശുക്രൻ എപ്പോഴും ഏതവസ്ഥയിൽ നിന്നാലും ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നത് വാസ്തവമാണ്. സുഖങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിലേക്ക് സൗന്ദര്യം എന്നിവയെല്ലാം ശുക്രൻ പ്രദാനം ചെയ്യുന്നതാകുന്നു. മാർച്ച് 7 മുതൽ കുംഭം രാശിയിൽ പ്രവേശിച്ചിരിക്കുന്ന ശുക്രൻ മാർച്ച് 31 ശനിയാഴ്ച വരെ അതേ അവസ്ഥയിൽ തുടരുന്നു. ഇതേ സമയം ചൊവ്വയും കുംഭം രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ചൊവ്വ ശുക്ര സംക്രമം നടക്കുന്നതിനാൽ തന്നെ ഞാൻ ഈ പരാമർശിക്കപ്പെടുന്ന രാജയോഗം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ധനശക്തി രാജയോഗമാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇത് ചില രാശിക്കാരിൽ പ്രകടമായ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന കാര്യം ഓർക്കുക. മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. ധനശക്തി രാജയോഗത്തിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതായ അവസരങ്ങൾ കടന്നു വരുന്നു എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പലപ്പോഴായി നിങ്ങളുടെ ജീവിതത്തിൽ നിഷേധിച്ചതായ പല കാര്യങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഉയർച്ച, സാമ്പത്തികമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാകുന്നു. ഈ സമയം വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ജീവിതത്തിൽ മെച്ചപ്പെടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി മാറുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങളാണ് കടന്നു വരിക. സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും അതെല്ലാം തരണം ചെയ്യുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനോ സാധിക്കുന്നതാണ്. വിവാഹിതരായ വ്യക്തികൾക്ക് ജീവിതത്തിലേക്ക് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പൊതുവെ ഇടവം രാശിക്കാരെ തേടി സന്തോഷവും സമാധാനവും കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ കൂടിച്ചേരലുമായി ബന്ധപ്പെട്ട് ധനശക്തി രാജയോഗം വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് രാജയോഗം പ്രകടമാകുന്നതായ സമയമാണ്. ധനശക്തി രാജയോഗം മൂലം ഇവരുടെ ജീവിതത്തിൽ മികച്ചതായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം എല്ലാ കാര്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരും. തൊഴിൽ, ബിസിനസ് തുടങ്ങിയ ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഇവർക്ക് വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതയും ലാഭങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്നതായ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതി ശക്തമാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത ഈ സമയം കൂടുതലാകുന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ അനുകൂലമായ ഭാവങ്ങൾ, മാറ്റങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനും ഈ സമയം വളരെയധികം നേട്ടങ്ങൾ അതുമൂലം വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശനിയുടെ അനുഗ്രഹവും ഇവർക്കൊപ്പമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക.
അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഇവരുടെ ജീവിതത്തിൽ ധനശക്തി രാജയോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്ന സമയമാകുന്നു. തന്മൂലം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്നതായ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ കരിയറുമായി ബന്ധപ്പെട്ട് മികച്ചതായ മാറ്റങ്ങൾ കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ അയവ് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകന്നു പോകുന്നതായ സമയം എന്ന പ്രത്യേകതയും ഈ ഒരു സമയത്തിനുണ്ട് എന്നത് വാസ്തവമാണ്. കൂടാതെ ഈ സമയം പണം സമ്പാദിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അതുമൂലം നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയം കണ്ടെത്തുകയും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. ജീവിതം വഴിമാറുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. വിദേശ ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഈ സമയം അനുകൂലമായ മാറ്റങ്ങൾ കടന്നു വരും എന്നാണ് പറയുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു പരിധിവരെ വിജയം നേടുവാനുള്ള സാധ്യതകളും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചൊവ്വ ശുക്ര സംയോഗം നൽകുന്നത് മികച്ചതായ ഫലങ്ങളാണ്. ഏറ്റവും മികച്ചതായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ശുക്ര സംയോഗവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന രാജയോഗം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. ധനശക്തി രാജയോഗം നിങ്ങളിൽ ധനം വർദ്ധിപ്പിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. പല വഴികളിലൂടെയും ധനം ജീവിതത്തിലേക്ക് കടന്നു വരികയും തന്മൂലം നേട്ടങ്ങൾ വർദ്ധിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം നിങ്ങൾക്ക് വർദ്ധിക്കാം. സമാധാനം നിറഞ്ഞു നിൽക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഒത്തുപോകുന്നില്ല എന്നത് വാസ്തവമാണ്. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ഒത്തുപോകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ വന്നു ചേരും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. ധനം കൈകളിലേക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് പല കാര്യങ്ങൾ, പല മാറ്റങ്ങൾ ജീവിതത്തിന്റെ പല കോണുകളിൽ നിന്നും വന്നു ചേരും എന്നതാണ് വാസ്തവം. അതായത് നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ചതായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പല കാര്യങ്ങളിലും മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങളുണ്ട് എങ്കിൽ
അത്തരം കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഭാഗ്യം വളരെ അനുകൂലമാവുകയും നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് സന്തോഷവും മനസന്തോഷവും വർദ്ധിക്കുന്നതായ അവസരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും മുടക്കം കൂടാതെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു എന്നതും ഏറ്റവും ശുഭകരമാണ്. പരമശിവനെ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും.